10 വർഷത്തെ കാടത്ത ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് UDF അധികാരത്തിലെത്തിയതെന്നാണ് ചില UDFകാർ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടോക്കി. പ്രസംഗിച്ചതും ഞാനെടുക്കുന്ന വളരെ കൃത്യമായ നിലപാട് പ്രിയദർശിനി ബസിന്റെ വിജയം അല്ലെങ്കിൽ ആ സ്കീമിന്റെ വിജയം നമ്മുടെ ദാരിദ്ര്യത്തിന്റെ പ്രതിഫലനമാണ്. ഞങ്ങളുടെ വിജയമല്ല. ഇവിടെ ഇത്രയും കട്ടപിടിച്ച ദാരിദ്ര്യം ഉണ്ടായിരുന്നു. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിരുന്നോ ഞങ്ങൾക്ക് സൗജന്യ യാത്ര വേണമെന്നുള്ളത്? നിങ്ങൾ തന്നെ പറഞ്ഞതാണ് സൗജന്യ യാത്ര ഞങ്ങൾ നിങ്ങൾക്ക് തരുമെന്നും കേരളത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സൗജന്യമാണ് എന്നും. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? പ്രിയദർശിനി ഓർഡിനറി ബസ്സിലേക്ക് മാത്രം ചുരുക്കുകയും പലയിടങ്ങളിലും പ്രിയദർശിനി ബസ്സുകൾ ഇല്ല. നിങ്ങൾ ആലോചിക്കണം, എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ നിങ്ങൾ സൗജന്യ യാത്ര നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം തന്നെ തുടങ്ങുന്നത്. അധികാരത്തിലേറാൻ സ്ത്രീകളുടെ വോട്ടിന് വേണ്ടി നിങ്ങൾ കാണിച്ച ഒരു നാടകം. നിങ്ങളുടെ മറുപടി ഞാൻ പറഞ്ഞ ചിലപ്പോൾ കൂടിപ്പോവും. ഒന്ന് കേട്ടോക്കെ. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ സാറേ വണ്ടിക്കൂലിക്ക് കാശില്ല, ഒശാരം വേണമെന്ന്? നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ? നിങ്ങൾ ഈ നാട്ടിലെ മനുഷ്യന്മാരോട് ഇങ്ങോട്ട് പറഞ്ഞതല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാം, ഞങ്ങളെ ജയിപ്പിക്കണമെന്ന്? എന്നിട്ട് ആ വോട്ടും വാങ്ങി പോക്കറ്റിലിട്ട് തിരഞ്ഞെടുപ്പും ജയിച്ച് മന്ത്രിക്കസേരയും കിട്ടിക്കഴിഞ്ഞപ്പോ അവർ നിങ്ങൾക്ക് അഭിനയക്കാർ, ദാരിദ്ര്യം അഭിനയിക്കുന്നവർ. സർ, KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ പണം നൽകേണ്ടതില്ല എന്ന തീരുമാനം നിങ്ങളുടേതാണ്. അവരുടെ കുഞ്ഞുങ്ങളെ എവിടെ പഠിപ്പിക്കണമെന്നത് അവരുടെ തീരുമാനമാണ്. അവർ എവിടെ ചികിത്സ തേടണമെന്നത് അവരുടെ തീരുമാനമാണ്. അവരാണ് നിങ്ങൾക്ക് മാർക്കിട്ടത്. അവർക്ക് മാർക്കിടാൻ നിങ്ങൾ ആരാണ് സർ? വലത് കമ്മ്യൂണിസ്റ്റുകൾക്ക് മാർക്കിടാൻ നിന്നു തരുന്നതല്ല കേരളത്തിന്റെ പെൺകരുത്ത്. അവരുടേത് അഭിനയമാണത്രേ. അങ്ങനെയാണെങ്കിൽ അഭിനയമായിരുന്നു സർ നിങ്ങളുടെ വെളുക്കച്ചിരികൾ, നിങ്ങളുടെ കൂടുതൽ ഇടതുകളി, ഒരു പരിധിവരെ നെഹ്റുവാകൽ. അല്ല, നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയോട് എന്താണ് ദേഷ്യം? ഇന്ദിരാ ഗ്യാരണ്ടി, പ്രിയദർശിനി പദ്ധതി, ഇന്ദിരാ പ്രിയദർശിനി. നാട്യങ്ങൾ മതിയാക്കൂ. അധികാരം കിട്ടിക്കഴിഞ്ഞല്ലോ, അഭിനയിക്കാതിരിക്കൂ. ഒരാളും നിങ്ങളുടെ അടുത്ത് വന്ന് കൈ നീട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് ഇത് വേണം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നൽകുന്നത്, അതായത് സർക്കാർ നൽകുന്നത്, അത് എന്ത് ആനുകൂല്യമാണ് എങ്കിലും അതിന് അവകാശപ്പെട്ടവരാണ് ഇവിടെയുള്ള ഓരോ പൗരന്മാരും, അല്ലെ? ഇമ്മാതിരി ഊളത്തരം കാണിച്ചിട്ട് ഊഞ്ഞാലാടിക്കോ പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടന്മാരെ. നിങ്ങൾ പറയണം ഇതിനുള്ള മറുപടി. ഇനി വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായി മലയാളികൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടില്ല എങ്കിൽ, അതിന് ഏത് പ്രവർത്തകരാണെന്നുണ്ടെങ്കിലും, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും കറക്റ്റ് കത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു വീഡിയോ കൂടി കാണിച്ചാൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. പ്രിയദർശിനി ഇപ്പൊ പോകും, വേഗം വാ. അതെ, എങ്ങോട്ടാ? ഞങ്ങൾ ബസ് കയറാൻ പോവാ. പ്രിയദർശിനി അല്ലേ? കല്യാണം കഴിച്ചാ മതി. ആൾക്കാർ ശ്രദ്ധിക്കും. അതല്ല, കുട്ടികളുണ്ടോ? കുട്ടി ഉണ്ടെങ്കിൽ എവിടെ പഠിക്കുന്നത്? പ്രൈവറ്റ് സ്കൂള്. നീ അവിടെ നിൽക്ക്. നിന്റെയോ? ഗവൺമെന്റ് സ്കൂളിൽ. ID കാർഡ് ഉണ്ടോ? ID കാർഡല്ല, ബുക്ക് ഉണ്ട്. കാണിച്ചേ. നാളെ വരുമ്പോ കൊച്ചിന്റെ ഒരു ഫോട്ടോ എടുത്ത് വരണം, സ്കൂളിൽ പോന്ന കേട്ടോ. ഇന്നലെ ബസ്സിൽ കയറ്റു. അന്നെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. വിടാൻ പറ്റാത്ത എന്താ കാര്യം? പ്രൈവറ്റ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറുക, പ്രൈവറ്റ് ആശുപത്രി കയറുക. ഗവൺമെന്റ് ഫ്രീ ബസ്സിൽ കയറാൻ പാടില്ല, ഗവൺമെന്റ് ആശുപത്രിയിലും പോകാൻ പറ്റില്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലും പോകാൻ പറ്റൂല. ഗവൺമെന്റ് ആശുപത്രി കാണിക്കണമെങ്കിൽ നിന്റെ കൊച്ചിനെ പ്രൈവറ്റിൽ നിന്ന് ഗവൺമെന്റിലേക്ക് മാറ്റി. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഫ്രീ തന്നത്, നിങ്ങളായിട്ട് ഇങ്ങോട്ട് തന്നതല്ലേ? പറ്റൂല, നിയമം മാറി. ഇത് നിങ്ങൾ ഔദാര്യം എന്നല്ല, സർക്കാർ തന്നതല്ലേ? നിങ്ങൾ സാധനം എനിക്ക് വേണ്ട. ഞങ്ങളുടെ ഔദാര്യടി മന്ത്രി പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുള്ളൂ. അല്ല, ഒന്നും ഔദാര്യമല്ല, ഇതൊക്കെ ഞങ്ങളുടെ അവകാശമാണ്. ഇവിടെയുള്ള സ്ത്രീകളെ ഇങ്ങനെ അപമാനിച്ചതിന് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞേ നോക്കൂ. ഇനി തിരിഞ്ഞു മറിഞ്ഞ് നൊണേശനെ പോലെ അത് വേറെ രീതിയിൽ മാറ്റി വളയ്ക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ സത്യം ഇവിടെ കിടക്കുന്നുണ്ട്. പ്രിയദർശിനി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര അത് ഔദാര്യമല്ല, അത് അവകാശമാണ്. സർക്കാർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഓരോ പൗരന്മാരുടെ അവകാശമാണെന്നുള്ളതാണ്. അപ്പൊ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനാണ് നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നെന്ന ബോധവും ഞങ്ങളെ സേവിക്കാനാണ് നിങ്ങൾ ഇരിക്കുന്നെന്ന ബോധവും ഉള്ളത് നല്ലതായിരിക്കും. താങ്കളുടെ വായയിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇനി അടിമകൾ കിടന്ന് കുരക്കട്ടെ, അടിമകൾ സ്വന്തം തന്തയെയും തള്ളയും വിളിക്കുന്നത് എന്നെയും വിളിക്കട്ടെ. വീണ്ടും വരാൻ കേട്ടാ സുലൻ.